പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. മനുഷ്യത്വത്തിന്റെ ഗാഥകൾ എഴുതിയ വിശ്വകഥാകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് എഴുത്തുകാരനായ ഡോക്ടർ എൻ.ആർ. ഗ്രാമപ്രകാശ് അഭിപ്രായപ്പെട്ടു. നവോത്ഥാന ഗന്ധം ഉൾക്കൊണ്ട് വളർന്ന ബഷീർ ഒരു സമുദായത്തിൻ്റെയോ മതത്തിൻ്റെയോ കഥയല്ല, മനുഷ്യരുടെ കഥയാണ് എഴുതിയത്. അവരെല്ലാം നവോത്ഥാനത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു. വെളിച്ചത്തിന് എന്തു വെളിച്ചം എന്ന് പറയാൻ അത്തരം കഥാപാത്രങ്ങൾക്ക് കഴിയൂവെന്ന് അദ്ദേഹം തുടർന്നു പറഞ്ഞു. ഇരിങ്ങാലക്കുട ഗേൾസ് സ്കൂളിൽ ബഷീറിന്റെ നോവൽ ബാല്യകാല സഖിയുടെ 80ാം വാർഷികാചരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മലയാളത്തിലെ നവോത്ഥാന കഥകരിൽ കരൂർ നീലകണ്ഠപിള്ളയും എസ് കെ പൊറ്റേക്കാടും പി കേശവദേവും ഒക്കെ അടങ്ങുന്ന ആ കൂട്ടത്തിൽ ഏറ്റവും തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറാണ്. അദ്ദേഹം എഴുതിയത് മുസ്ലിം സമുദായത്തിലെ കഥകളാണെങ്കിലും അത് ആ സമുദായത്തിൻ്റെ കഥകളല്ലേ യഥാർത്ഥം. മാറിക്കൊണ്ടിരിക്കുന്ന കേരളീയ സമൂഹത്തിൻ്റെ കഥകളാണ്. കേരളത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ കഥകളാണ് വൈക്കം മുഹമ്മദ് ബഷീർ നമുക്ക് വേണ്ടി എഴുതിയത്. അതേ കേരളത്തിൻ്റെ മാത്രം എഴുത്തുകാരനല്ല, ഇന്ത്യക്കാരുടെ മാത്രം എഴുത്തുകാരനല്ല, ലോകത്തിൻ്റെ മുഴുവൻ ആരാധനായിട്ടുള്ള എഴുത്തുകാരൻ. BRC ഡയറക്ടർ KR സത്യപാലൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഷഹൻഷാ PR ബഷീർ പ്രഭാഷണം നിർവഹിച്ചു. ഖാദർ പട്ടേപ്പാടം ആശംസകൾ അർപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് നടത്തിയ ക്വിസ് മത്സരം ഡോക്ടർ ബീന KR നയിച്ചു. വൈഗ CV ക്ലാസ് 7 1ാം സമ്മാനവും, ഐദ MA ക്ലാസ് 8 2ാം സമ്മാനവും, ജുവലിൻ മരിയ ക്ലാസ് 7 3ാം സമ്മാനവും നേടി. ഖാദർ പട്ടേപ്പാടം സമ്മാനദാനം നിർവഹിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം